أشهد أن محمد رسول الله حي على الصلاة. റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച മാദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ജുമുഅ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ഭിന്നശേഷി പണ്ഡിതർ. ജുമുഅയുടെ കർമ്മങ്ങളായ ബാങ്ക് വിളി, ആശിറ, ജുമുഅ ഖുത്ബ, നിസ്കാരം, പ്രാർത്ഥന, തുടർന്ന് നടന്ന പ്രഭാഷണം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് കാഴ്ചാപരിമിതിയുള്ള ഭിന്നശേഷി പണ്ഡിതരാണ്. ഏറെ കൗതുകത്തോടെയും ഹൃദയഹാരിയോടെയുമായിരുന്നു മാദിൻ ഗ്രാൻഡ് മസ്ജിദിലെത്തിയ ആയിരങ്ങൾ ഓരോ കർമ്മങ്ങളെയും വരവേറ്റത്. പള്ളിക്കകത്ത് ഉൾക്കൊള്ളാനാവാതെ വിശ്വാസികളുടെ നിര പുറത്തേക്ക് നീണ്ടു. 3 പേരും മാദിൻ ഖുർആൻ കോളേജ് വിദ്യാർത്ഥികളാണ്. അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിലെ ജേതാവ് കൂടിയായ ഷബീറിന്റെ വശ്യമനോഹരമായ കുതുബയും പാരായണ ശൈലിയും വിശ്വാസികളുടെ മനം കുളിർപ്പിച്ചു. ദുബായ് ഗവൺമെന്റിന്റെ കീഴിൽ അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ പങ്കെടുത്ത് അവാർഡ് കരസ്ഥമാക്കിയിരുന്നു ആഫിൽ ഷബീർ അലി. മാദിൻ ഖുർആൻ കോളേജിൽ പഠനം ആരംഭിച്ച ഷബീർ അലി 1.5 വർഷം കൊണ്ടാണ് ബ്രൈൻ ലിപിയുടെ സഹായത്തോടെ ഖുർആൻ മനഃപ്പാഠമാക്കിയത്. ബാങ്ക് വിളി, ആശിറയ്ക്ക് നേതൃത്വം നൽകിയ ആഫിള് ഉമറുൽ അക്സം കാപ്പാട് സ്വദേശി ഹമീദ് സൈനബ ദമ്പതികളുടെ മകനാണ്. ഖുർആൻ പാരായണം, മദ്ഹ് ഗീതങ്ങൾ എന്നിവയിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ജുമുഅക്ക് ശേഷം പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ ആഫിള് സിനാൻ പെരുവള്ളൂർ തേനത്ത് ഷംസുദ്ദീൻ സുഫിയ ദമ്പതികളുടെ മകനാണ്. പ്രസംഗം, എഴുത്ത് എന്നിവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല പരിജ്ഞാനമുള്ള സിനാൻ തൻ്റെ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് സാങ്കേതികവിദ്യയുടെ ഉപയോഗവും ഇവർക്കായി പ്രത്യേകമായുള്ള സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങളും പകർന്നു നൽകുന്നു. ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾക്ക് ശാരീരിക വൈകല്യങ്ങളുണ്ടെങ്കിലും അകക്കാഴ്ച കൊണ്ടും കഠിന പ്രയത്നങ്ങൾ കൊണ്ടും അവർ ഏറെ മുന്നിലാണെന്നും ഇത്തരക്കാരെ മുൻനിരയിലെത്തിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും ഈ മക്കളുടെ കഴിവുകൾ എല്ലാവർക്കും പ്രചോദനമാണെന്നും മാദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പറഞ്ഞു.